idea. If your idea will work, I will treat you the best. I will give it treat you as a dinner. നീ കിഡ്നാപ്പ് ചെയ്യാൻ പോവാണോ? Yeah. എടി അത് പട്ടിക്കുട്ടിയാ, തെരുവിലെ പട്ടി. അതിനെ കിഡ്നാപ്പ് ചെയ്യാൻ നിനക്കെന്താ വട്ടുണ്ടോ? പിന്നെ അത് ഭയങ്കര ചീപ്പല്ലേ? തൽക്കാലം പ്ലാൻ ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് സാവധാനം നടപ്പാക്കാം. നീ പ്ലാൻ ചെയ്ത് ഇവിടെ ഇരുന്നോ, നാളെ എക്സാം മാത്സാ, മറക്കണ്ട. അപ്പൊ വെള്ളപ്പൊക്കത്തിന്റെ ഇതായിട്ട് സ്കൂളിൽ ലീവല്ലേ? അയ്യട മനമേ, വെള്ളം പൊങ്ങിയുള്ളൂ, സ്കൂൾ ഒളിച്ചൊന്നും പോയില്ല, വെള്ളം ഇറങ്ങിപ്പോയി. 3-4 ദിവസമായല്ലോ വെള്ളം ഇറങ്ങി പോയിട്ട്. ഇപ്പൊ സ്കൂളൊക്കെ ശരിയാക്കിക്കോണം അവര്. നാളെ എക്സാമിന് ചെല്ലാനായിട്ട് മിക്സ് ഗ്രൂപ്പിൽ വോയിസ് ഇട്ടത് നീ കണ്ടില്ലേ? ഓ നോ, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് രണ്ടുപേരും കൂടെ എന്റെ സ്പെഷ്യൽ ടീച്ചറിന്റെ കൂടെ മാത്തമാറ്റിക്സിന് ട്യൂഷൻ കേൾക്കാം. ഓ, ഞാനെന്റെ വീട്ടിൽ പോയി വല്ല ഓൺലൈൻ ക്ലാസ് കാണട്ടെ. നിന്റെ ട്യൂഷൻ ടീച്ചറെ ഒരു ദിവസം കൊണ്ട് എല്ലാം പഠിപ്പിക്കാൻ നമുക്ക് കാണാം. ഞാൻ വല്ല ഓൺലൈൻ ക്ലാസ് പോയി കാണട്ടെ. നീ ഇവിടെ ഇരുന്ന് കിഡ്നാപ്പ് പ്ലാൻ ചെയ്തിരുന്നോ? ഓ മൈ ഗോഡ്, ഇനിയിപ്പോ ഒരുപാട് പഠിക്കാനുണ്ടാവല്ലോ. വേഗം വീട്ടിൽ ചെല്ലാം. കാട്ടല പീത്തല പൂ തരാമോ, ഒരു കായ് തരാമോ, കാട്ട് മേലെ കാട്ട് കീഴെ കാട്ട് സൈഡിലെ. കുട്ടി കുറെ നേരം വന്നിട്ട് ഞാൻ വന്നിട്ട് കുറെ നേരക്കായി. എത്ര വലിയ നിങ്ങൾക്ക് തിരിയറിയോ? ഇതൊക്കെ കണ്ടില്ലേ? കണ്ടു ചെയ്ത് കേട്ടും ചെയ്തു. എത്ര വലിയ നിങ്ങൾക്ക് നിങ്ങളെ റീൽസ് ആണല്ലോ നീങ്ങണോ? ചെറുതായിട്ട് ചെറുങ്ങനെ ഇത് ഞാനോട് പറയല്ലേട്ടാ, അതൊക്കെ ആലോചിക്കാം. എന്തായാലും എന്റെ വല്യമ്മക്ക് വട്ടായോ ഡൗട്ട് ഉണ്ട്. അതെ, വല്യമ്മക്ക വട്ട് അതന്നല്ലേ പറഞ്ഞത്. എടാ ഉസ്മാനെ, അനക്ക് പഠിക്കാനൊന്നുമില്ലേ? നാളെ എനിക്ക് ഏറ്റ പരീക്ഷ. നാളെ പരീക്ഷക്കുണ്ടോ? എടാ കുരിപ്പ, പാത്തൂനും കാണുന്നില്ല. ഓളും പൊയ്ക്കട് പാറക്കുട്ടിനോടക്ക്. ഓളും കാണുന്നില്ല. നിങ്ങൾ രണ്ടാളും മുങ്ങി മുങ്ങി നടക്കാം. നാളെ മാത്സിന്റെ പരീക്ഷ ഉള്ളതല്ലേ? അപ്പൊ വെള്ളപ്പൊക്കായിട്ട് സ്കൂളിൽ എന്നല്ലേ പറഞ്ഞേ? സൈനു വാട്സാപ്പിൽ വോയിസ് അയക്കുന്നുണ്ടല്ലോ ടീച്ചറെ. ടീച്ചർ പറയണ്ടല്ലോ നാളെ എക്സാം ആണ് എല്ലാരും വരുന്നത്. അല്ല, വെള്ളപ്പൊക്കത്തിന് സ്കൂൾ ഒളിച്ചേക്കുന്നല്ലോ. സ്കൂൾ അടച്ചില്ലേന്നോ? അപ്പൊ വെള്ളമൊക്കെ ഇറങ്ങി പെയിന്റ് ഒക്കെ അടിച്ച് ശരിയാക്കിക്കോളൂ. പിന്നെ പരീക്ഷ ചെയ്താത്ത പരിപാടി ഉണ്ടോ? നിങ്ങൾ പരീക്ഷ ചെയ്തില്ലേ? പിന്നെ നിങ്ങൾ ആരെ പരീക്ഷ ചെയ്തില്ലേ? പോയി പഠിച്ചതാ. നമുക്ക് വല്യമാനെ കൂപ്പറായി നോക്കി നിൽക്കാണോന്. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ? അവൻ ഓൺലൈൻ ക്ലാസ്സിൽ ലൈവ് പോയി കാണട്ടെ. അല്ലാതെ നാളത്തെ പരീക്ഷ പേപ്പറിനോട് തേങ്ങ ഒട്ടും തോന്നണില്ല. ഒരു വിധത്തിലെ വിഷയം തെന്നി മാറി. അന്നിക്ക് പോയത് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഏതായാലും ആ ചിന്ത പോയിട്ടുണ്ടാവും ചേട്ടന്റെ മനസ്സിന്. പാത്തുവിന്റെ മോളാണ് നല്ല കാണാനൊരു ഗുളകതിച്ചപ്പണ്. ഏതായാലും ചന്ദ്രമേ സീരിയൽ വെക്കാം, അതാവും നല്ലത്. അമൃതമോളെ ചായ കുടി, ചായന്റെ ഒപ്പം വേടി വളി. എന്താണ് അമൃതമോളെ, അമൃതമോളെ, അമൃതമോളെ. കുഞ്ഞുമുത്ത ഇവിടെ ഇരിക്കണോ? സംഘം മുഴുവൻ വന്നിക്കണല്ലോ. എന്താണ് ഈ വരവിന് പിന്നിലെ? എന്റെ കുഞ്ഞുമുത്ത, നാളെ ഞങ്ങൾക്ക് മാത്സ് എക്സാമാ. അതിനെന്താ, പഠിച്ചോളെ കുട്ടികളെ. മാത്സ് അല്ലേ എക്സാമേ, പഠിച്ചോളി. അതല്ല കുഞ്ഞുമുത്ത, ഈ പാത്തു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞേ കുഞ്ഞുമുത്താക്ക് നല്ലോണം മാത്സ് അറിയാന്നേ. എനിക്ക് മാത്സ് അറിയുന്നൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? മാത്സ് ഒന്നും അറിയുന്നില്ല, കണക്ക് നല്ലോണം അറിയാം. അതന്നെയാണ് കുഞ്ഞുമുത്ത മാത്സ്. അത് ഞങ്ങൾക്ക് നിങ്ങളൊന്ന് പഠിപ്പിച്ചു പെട്ടെന്ന്. അതന്നെ വല്യമ്മ, നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ക് പഠിപ്പിച്ചു തരാറില്ലേ? നിങ്ങൾ പണ്ട് എന്നെ നല്ല പഠിപ്പിച്ചെന്നില്ലല്ലേ ഇന്ന് കണക്ക് എനിക്കറിയായിട്ട്. അതേപോലെ നിങ്ങൾ പഠിപ്പിച്ചു തരുമോ പ്ലീസ് കുഞ്ഞുമുത്ത? ഞങ്ങൾ നിസ്സഹായാവസ്ഥ ആയതുകൊണ്ടല്ലേ, ഞങ്ങൾക്ക് ചെറിയ ട്യൂഷൻ എടുക്കുന്ന പോലെ എടുത്താലും മതി. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വെച്ച് ഞങ്ങൾക്കൊന്ന് എടുത്തു തന്നാൽ മതി. ഞങ്ങൾക്ക് മാത്സ് ഒന്ന് മണ്ട കയറിയാൽ മതി, വേറെ ഒന്നും വേണ്ട കുഞ്ഞുമുത്ത. നിന്റെ കുട്ടികളെ നിങ്ങൾ എന്നെ വിശ്വസിച്ചാ വന്നിരിക്കണത്. ഞമ്മൾ എന്നെ മാത്സും കണക്കും എന്നോട് നിങ്ങൾ പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. അല്ലാത്ത ജാതിട്ടോ. കുഞ്ഞുമുത്ത പ്ലീസ്, നിങ്ങൾക്ക് നാളെ പോയി എക്സാം എഴുതണം. അതിന് കുഞ്ഞുമുത്തയുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞാൻ ട്യൂഷൻ എടുക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഉസ്മാനെ ഞാൻ ഇപ്പൊ ഇവിടുന്ന് പഠിപ്പിച്ചാൻ വേണ്ടിട്ടുള്ളൂ. ഞാൻ ട്യൂഷൻ എടുത്തെന്നാലൊന്ന് ശരിയാവില്ല കുട്ടികളെ. റീൽസ് കണ്ട് മറന്നിട്ട് നമ്മളൊക്കെ. നമ്മളിപ്പോ ഫുള്ള് റീൽസ് അല്ലേ. പിന്നെ നമ്മളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് പാത്തോസ് വ്ലോഗ്, എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യോണ്ടിട്ടാ. എനിക്കറിയാം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുന്നേ. ഇന്നാലേ ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ എടുത്തുതരാം. നിങ്ങൾ രാത്രി വരി. ഇപ്പൊ എനിക്ക് ചന്ദനമഴ കാണണേ. എന്താ കുഞ്ഞുമുത്തത്, ഞങ്ങൾ വലിയൊരു കാര്യത്തിന് വന്നിട്ട് ഞങ്ങൾ അങ്ങനെ എന്തത് വിഷമിപ്പിച്ച് പറഞ്ഞേക്കണ നിങ്ങള്. നിങ്ങളെന്താ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊന്നും കാട്ടല്ലേ നിങ്ങള്? വിഷമാവുണ്ട് കുഞ്ഞുമുത്ത, വിഷമാവുണ്ട്. വല്ലാത്ത ജാതിയായി റബ്ബിയത്. കുട്ടികളെ നിങ്ങളോട് ആരും
സുഖമായിരുന്നു എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കണക്കില് ബെസ്റ്റ് ആണെന്ന് ഞങ്ങളുടെ അടുത്ത് ബാത്ത് പറഞ്ഞല്ലോ. കുഞ്ഞുമുത്ത നന്നായിട്ട് കണക്ക് പഠിപ്പിക്കുന്നേ. പിന്നെ എന്താ ഞങ്ങളൊന്ന് പഠിപ്പിച്ചെന്നാ എന്ത് സ്വഭാവമായത് കുഞ്ഞുമുത്ത? എന്താ നിന്റെ ഉസ്മാനെ ഞാൻ കണക്ക് പഠിപ്പിച്ചു കൊടുക്കണം എത്ര പേർക്കൊക്കെ. ഇങ്ങളോ ഈ കാട്ടുമേലെ കാട്ടുകീരെന്നൊക്കെ പറഞ്ഞു നടക്കണം ഇങ്ങളോ? വില കളയല്ല എന്റെ വല്യമ്മയാണ് ഞാൻ കുട്ടികളാണ് നിൽക്കേണ്ടത്. വില കളയല്ല. അല്ല നിങ്ങൾ എന്താ നിന്റെ വല്യമ്മക്ക് പഠിപ്പിക്കാൻ വന്നിക്കണേ? എന്റെ വല്യമ്മക്ക് കണക്കൊന്നും അറിയില്ല. എന്താ അങ്ങനെ ഒരു വർത്താനം? അല്ല ഇന്നത്തെ കണക്കറി നിങ്ങൾ കണക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. കണക്കൊന്നും അറിയില്ല. ഇത് ഞമ്മളെ ചലഞ്ച് ചെയ്യാ. ഞമ്മക്ക് കണക്കറിയാ. എന്ത് വിചാരിച്ച് നമുക്ക് കണക്കൊന്നും അറിയില്ല എന്നാ? നീ എന്ത് വിചാരിച്ചടേ? നമുക്ക് കണക്കൊക്കെ നന്നോട്ടായിരിക്കും. കുറെ മാറിയിട്ടിയപ്പോഴും അപ്പൊ നിങ്ങൾ കണക്ക് പഠിപ്പിക്കാൻ നിൽക്കണേ. നിങ്ങൾ ഈ നാലെണ്ണത്തിനും കൂടി പഠിപ്പിച്ചു കൊടുത്ത് ആ നാലെണ്ണത്തിനും കേടെടുത്തല്ലേ ഓരോരുത്തരും വേണം എനിക്ക് കോപ്പി ചെയ്താനായിട്ട്. ഇത്രക്കായടാ ഇന്നാല് ഇവര് ഞാൻ നല്ല ബെസ്റ്റ് കണക്കന്മാരാക്കും. കണക്കന്മാരാ അല്ല ബെസ്റ്റ് കുട്ടികളാക്കും കണക്കില്. നോക്കിക്കോ ഞാൻ പഠിപ്പിക്കാൻ പോകും വരെ. കുഞ്ഞുമുത്ത ടീച്ചർ ഇത് കണ്ടട ബലാലേ. കുഞ്ഞുമുത്ത ടീച്ചർ ഇത് കണ്ടോ? കണ്ടറിയാം കുഞ്ഞുമുത്ത ടീച്ചർ പഠിപ്പിച്ച കുട്ടിക്ക് പൊടിയൂലെന്ന്. മനസ്സിലായടാ ഉസ്മാനെ അൽപേരെ കുട്ടിയെ? വല്യമ്മ ഇങ്ങളോട് എനിക്ക് പറയാനുള്ളത് വെറുതെ ഓരോ കുയിൽ പോയി ചാടേണ്ട വല്യമ്മ. ഇത് നല്ലതിനല്ല വല്യമ്മ. ഇതെന്താ ഉസ്മാനെ പറയണത്? എന്റെ കുഞ്ഞുമുത്തൻ തളർത്താണോ? കുട്ടി എനിക്ക് പിരാന്താണോ? ഓള് വലിയ സാരി എടുത്ത് വന്നിക്കോളൂ പഠിച്ചാന്. പിന്നെന്താണ് ഞാൻ മുണ്ടും കുത്തി വരുന്നത് പഠിക്കാനായിട്ട്? അതല്ലേ പൊന്നു പാറോ ഈ വല്യമ്മയല്ല നിങ്ങൾക്ക് ആരും കിട്ടിയില്ലേ? നിങ്ങളല്ലേ എനിക്ക് പറഞ്ഞതല്ലേ ഈ വല്യമ്മാന്റെ പൊട്ടത്തരക്ക് നിങ്ങൾ എനിക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? തെറ്റക്കാക്കുങ്ങൾ ഈ പറയണ്ടേ? വല്യമ്മ നല്ലോണം കണക്ക് പറയും. നിങ്ങൾക്ക് അറിയില്ലേ? പീഡിയത്തെ കണക്കല്ലേ വല്യമ്മക്കാരുള്ളൂ. അന്റെ മറ്റേത് ഇതൊക്കെ എങ്ങനെ വല്യമ്മക്കാരാനാ? അതൊക്കെ വല്യമ്മക്കാരും വല്യമ്മ സ്കൂളിൽ പഠിച്ചത് തന്നെയല്ലേ? വല്യമ്മ അങ്ങോട്ട് പഠിപ്പിച്ചറി എല്ലാതും. നോക്കിക്കോ നിങ്ങൾ അഞ്ചാളും 1 2 3 4 5 നിങ്ങൾ അഞ്ചാളും നാളെ പരീക്ഷയ്ക്ക് A+ വാങ്ങും. നിങ്ങൾ രണ്ടാളും അല്ല നിങ്ങൾ അഞ്ചാളും ഈ കുഞ്ഞുമുത്താന്റെ ക്ലാസ്സിൽ നാളെ ഇരിക്കണം. പിന്നെ വാ തുടങ്ങാൻ നമുക്ക് നമ്മുടെ കുഞ്ഞുമുത്ത ക്ലാസ്.